എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. പാവം എൻ്റെ രേണുസുതി പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആ പാവപ്പെട്ട സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന ദിവസം എന്തിനാണ്, ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? രേണുസുതി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി പുട്ട് തട്ടിയെന്നൊക്കെ ആരാടാ ഈ പറയുന്നത്? ഞാനെങ്ങും കണ്ടില്ല കേട്ടാ, ഞാനെങ്ങും കണ്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രേണുസുതി മകൻ കിച്ചു എന്ന് പറയണ്ട, സുധിയുടെ മൂത്ത മകൻ കിച്ചു, രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ യുദ്ധത്തെ പറ്റി എല്ലാവരും അറിഞ്ഞതായിരിക്കും. കുറച്ചു മുമ്പ് രേണുസുതി ഇട്ടൊരു വീഡിയോയുടെ തുടക്കമാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിച്ചത്. രേണുസുതി പ്ലേറ്റ് അങ്ങോട്ട് മറിക്കും ഇങ്ങോട്ട് മറിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കളിച്ചോണ്ടിരിക്കുക. കിച്ചു എന്താണോ പറഞ്ഞത്, നമ്മളോട് കിച്ചു എന്താണോ അവന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോയിലൂടെ പറഞ്ഞത്, അതിനെപ്പറ്റി ഒരക്ഷരം രേണുസുതി മിണ്ടുന്നില്ല. രേണുസുതിയുടെ ചേച്ചിയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും എല്ലാം കൂടെ ആ മനുഷ്യനെ ഊറ്റിയതിനെ പറ്റി കിച്ചു പറഞ്ഞപ്പോൾ ഒരക്ഷരം രേണുസുതിക്ക് അതിനെപ്പറ്റി പറയാനില്ല. നേരെ മറിച്ച് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോ എന്തോ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്ന് പറഞ്ഞെന്നോ. രേണുസുതി, നിങ്ങളതൊക്കെ വിട്. നിങ്ങൾക്കെതിരെ പല ആളുകളും പലതും പറയാറുണ്ട്, പലതരത്തിലുള്ള കമന്റുകൾ വരാറുണ്ട്. ഒരക്ഷരം നിങ്ങൾ മിണ്ടാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ നെഗറ്റീവ് പറയട്ടെ, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ പല കഥകളും പലരും പറയും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. മറിച്ച് നിങ്ങളുടെ മകൻ ഞാൻ പറയുന്നില്ല, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ഞാനും പറയുന്നില്ല, ക്ഷമിക്കുക. സുധിയുടെ മൂത്ത മകൻ, അവൻ നിങ്ങൾക്കെതിരെ ഉയർത്തിയ പരാമർശങ്ങൾ, അതിന് നിങ്ങൾ മറുപടി കൊടുക്കുക. അതിനെന്താ ചേച്ചിക്ക് മറുപടി ഇല്ലാത്തത്? അതിനെപ്പറ്റി ചേച്ചി പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിടന്ന് ഉരുണ്ട് കളിക്കുക. ഇപ്പതാ ഈ കഥ നിങ്ങൾ കേൾക്കുക. അതിന് മുമ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രേണുസുതി വേറൊരു കഥ പറയുന്നുണ്ട്, കേൾപ്പിക്കാൻ ഞാൻ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കഥയാ, കേട്ടോ. കാപ്പി പോലും കുടിച്ചിട്ടില്ല ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്നത് ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു, ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ സത്യം പറഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കാൻ? രേണുസുതി, നിങ്ങൾ സത്യം പറഞ്ഞിട്ട് ഞാനും ഈ വീഡിയോ കാണുന്നവരും ഒക്കെ സംസാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറ. പക്ഷെ നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ മറ്റേ കരച്ചിലും കൂവലും മോങ്ങലും, അയ്യോ ഞാൻ മിനിഞ്ഞാന്നും കൂടെ അവനെ വിളിച്ചതേ ഉള്ളേ, ഇന്നലെയും കൂടെ വിളിച്ചേ ഉള്ളേ, അവൻ ആരേക്കോ അവന്റെ തലയിലോട്ട് കയറി അവനെ മാനിപ്പുലേറ്റ് ചെയ്തതാണേ എന്നൊക്കെയാണല്ലോ ചേച്ചി പറയുന്നത്. ഒരാൾക്ക് മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിക്ക് പറ്റും, മനസ്സിലായില്ലേ? പറ്റും. നിങ്ങളുടെ മകനെ അവൻ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, അതാണ് അവൻ തുറന്നു പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും ഒക്കെ ചെന്ന് ആ ചെറുക്കനെ മാനിപ്പുലേറ്റ് ചെയ്ത്, മോനെ നീ നിന്റെ അമ്മയ്ക്കെതിരെ സംസാരിക്കണം, രേണുവിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ വന്ന് സംസാരിക്കാൻ നിൽക്കുമോ? അല്ല, ഇനിയിപ്പോൾ അവൻ അങ്ങനെ സംസാരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് രേണു എന്താ മറുപടി കൊടുക്കാത്തത്? ഈ വന്നിട്ട് ആരോ എവിടെയോ എന്തൊക്കെയോ പറഞ്ഞു, 5 സ്റ്റാർ ഹോട്ടലിൽ രേണു പോയി കഴിച്ചു എന്നൊക്കെ ആരൊക്കെയോ പറയുന്നു എന്നൊക്കെ. നിങ്ങൾ എന്തിനാണ് അത് മൈൻഡ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് അതിലെന്താണ് പറയുന്നതെന്ന് തലയിലോട്ട് കയറ്റി അത് വന്നിരുന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾ എന്തിനു ചെയ്യണം? നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സുധിച്ചേട്ടൻ്റെ മൂത്ത മോൻ പറഞ്ഞ ആരോപണങ്ങൾ, അതിനുള്ള മറുപടിയാണ് ചേച്ചി നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ വീഡിയോയിലൂടെ നാട്ടുകാരോട് കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അത് ചെയ്യും. നിങ്ങൾ അതെന്താ ചെയ്യാത്തത്? നിങ്ങളിപ്പോഴും കരഞ്ഞു കൂവി, അവരിങ്ങനെ പറഞ്ഞു, അവരിത് പറഞ്ഞു, അവർ മറ്റേത് പറഞ്ഞു, അവരവരും പറഞ്ഞത് വിട്ടുകള. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട്,
ആരെന്ത് നെഗറ്റീവും പറഞ്ഞോട്ടെ, ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞ നിങ്ങൾ പിന്നെന്തിനാണ് ഈ ആരൊക്കെയോ എന്തൊക്കെയോ, എനിക്കറിയത്തില്ല ആരാ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന്. രേണുസുതി അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പറയണം. ആരാണ്, എവിടെയാണ്, വല്ല പോസ്റ്റായിട്ടാണോ വീഡിയോയിലാണോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ അതുപോലും പറയുന്നില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ ജനങ്ങളെ നിങ്ങളുടെ കണ്ണീര് കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. ഒരു സ്ത്രീയാണല്ലോ, കുറെ ആൾക്കാരോട് മറ്റേ നെഞ്ചത്തടിച്ച് നിങ്ങളുടെ പുറകെ അങ്ങ് വരുമെന്നായിരിക്കും നിങ്ങൾ കരുതുന്നതെങ്കിൽ രേണുസുതി അത് തെറ്റി. സോറി, രേഷ്മ പി തങ്കച്ച അത് തെറ്റി. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പോൾ ഒരുപാട് കമന്റുകൾ കണ്ടു. രേണുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, രേണുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ, പക്ഷേ ഇനിയിപ്പോൾ പറ്റത്തില്ല. കാരണം എന്താ, കിച്ചു വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. രേണു എന്തുകൊണ്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല? പല ആളുകളും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രേണു ഇത്. ആ ചോദ്യം ഒരു അനാവശ്യ ചോദ്യമല്ല, വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരമല്ല കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കണ്ണ് ചെറുതായിട്ട് ചുമന്നിരിപ്പുണ്ട് കേട്ടാ. ചില ആളുകൾ ഇപ്പോൾ ഓടി വരും കമന്റ് ബോക്സിൽ, എന്തുകൊണ്ടാ നീ അടിച്ചിട്ടിരിക്കുന്നതെന്ന്. എടേ, കുളിച്ചിട്ട് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്നതാ, മനസ്സിലായ? ഷാമ്പു ഒക്കെ കണ്ണിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. പിടി കിട്ടിയോ? ഇനി എഴുതി വെച്ച ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് റിപ്ലൈ തരാൻ വയ്യ. അതുകൊണ്ടാ. കാരണം ഈ വീഡിയോയ്ക്ക് ഒരുപാട് വേറെ കമന്റുകൾ വരും. അറ്റ്ലീസ്റ്റ് കുറച്ച് കമന്റുകൾക്കെങ്കിലും റിപ്ലൈ കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നിന്റെയൊക്കെ ഈ ചില ഇങ്ങനത്തെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണേ. ഇനി കാര്യത്തിലേക്ക് വരാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയുക. രേണു ചേച്ചിയുടെ ഈ തോന്നിവാസം തന്നെ അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആ വാക്ക് തെറ്റൊന്നും അല്ലല്ലോ? താഴെ കമന്റ് ബോക്സിൽ പറ. കമന്റ് ബോക്സിൽ മറ്റേ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റിയ അതിലും ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി കരഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതിനെയും കാണാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. മൂല കാരണം വേറൊന്നുമല്ല, ചേച്ചിയുടെ കയ്യിരിപ്പ് തന്നെ. അത്രേ ഉള്ളൂ, എനിക്കതാ പറയാനുള്ളത്. ചേച്ചിയുടെ കയ്യിരിപ്പ് തന്നെ. ആ ചെറുക്കനൊക്കെ നാണക്കേടായി കാണും, മനസ്സിലായോ? കുറച്ചായില്ലേ, അവൻ്റെ കൂട്ടുകാരും അവനെ കാണുന്നവരും ഒക്കെ ചിലപ്പോൾ ആ സാധനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവനും ഒരു പരിധി കഴിയുമ്പോൾ പൊട്ടും ചേച്ചി. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ഇത്രയും കാലം അവനൊന്നും മിണ്ടാതിരുന്ന് ഇപ്പോൾ വന്ന് സംസാരിക്കാൻ, ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു കാരണം അവനും ഇച്ചിരി റീച്ച് കുറവാണ്. ഇച്ചിരി റീച്ച് ഒന്ന് ബൂസ്റ്റപ്പ് ആവാൻ, കുറച്ച് റീച്ച് അങ്ങോട്ട് വ്യൂസ് ഒക്കെ കയറാൻ വേണ്ടി അവൻ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതായിരിക്കാം. അറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കാം. ഇന്നത്തെ കാലമാണ്, എന്ത് സംഭവിക്കും, അതുകൊണ്ടാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത് നമ്മളെക്കാട്ടിലും, അതായത് എന്നെ പോലുള്ള റിയാക്ഷൻ ചാനലുകാരും നിങ്ങളെപ്പോലുള്ള വ്യൂവേഴ്സിനെക്കാട്ടിലും ഏറ്റവും ഇത് ഗുണമായിരിക്കുന്നത് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി അങ്ങ് ഹൈപ്പിലോട്ട് അങ്ങ് മേളിലോട്ട് പോകുന്ന രേണു അക്കയ്ക്ക് തന്നെയാണ്, അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ തുരുതുരാ രേണു ഒക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരങ്ങനെ പറഞ്ഞു, ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചു എന്ന് പറയുന്നു, സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അതൊക്കെ ആൾക്കാർ കാണുകയും ചെയ്യും. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ട് ഇവരോട് ചോദിച്ചതിന് ഇവർ ഇല്ല, മറുപടി ഇല്ല കയ്യിൽ, മനസ്സിലായോ? കാരണം ഓറ്റി ആ മനുഷ്യനെ മാക്സിമം. അത് ഇവരുടെ ഈ നിശബ്ദത, ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഇവർ കാണിക്കുന്ന നിശബ്ദത, അതിൽ നിന്ന് തന്നെ ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. പിന്നെ അവൻ വേറെ പല പരിപാടികളിലേക്ക് പോയത് ഒരു മൂല കാരണം, ചേച്ചിയുടെ മൂല കാരണം ചോദിക്കൊണ്ട് ഞാൻ പറയുക, ആ മൂല കാരണം നിങ്ങളാണെന്ന് ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായി. ഇല്ലെങ്കിൽ ആ ചെറുക്കൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോകുന്നതിന് പോലും നിങ്ങൾ വിലക്കിയിട്ടില്ലേ? ഒരു ഷോയ്ക്ക് സ്വന്തം കൊച്ചിനെ അച്ഛൻ കൊണ്ടുപോവാണെങ്കിൽ അതിനെ പോലും നിങ്ങൾ വിലക്കിയിട്ടില്ലേ? അതൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞു ചേച്ചി. ഇനി ഇരുന്ന് കരയാനേ ചേച്ചിക്ക് പറ്റുള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം. പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എന്നിട്ട് അങ്ങ് കരഞ്ഞു പൊത്തിയാ മതിയല്ലോ. രേണുസുതി ആര്, എന്ത് മാനിപ്പുലേഷൻ? നിങ്ങൾ അതൊന്ന് പറ. എന്ത് മാനിപ്പുലേഷനാണ്?
സി നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ സുധി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചു. ആ വ്യക്തിയുടെ ആദ്യത്തെ മകൻ എങ്ങനെ കറങ്ങി തിരിച്ചു വന്നാലും നിങ്ങളുടെ മകൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കും പറയാം, കാണുന്ന ആളുകൾക്കും പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾക്കെതിരെ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇല്ലെങ്കിൽ ഞാനോ എന്നെ പോലുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളോ നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പറഞ്ഞൂടെ പ്രിയപ്പെട്ടവരെ? പറഞ്ഞൂടെ? പറയാം. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. രേണുവിനെ അത്രയ്ക്കും അടുത്തറിയാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തി തന്നെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ പോലും ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള തരത്തിൽ അവൻ പറഞ്ഞു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അവർ അങ്ങനെ ആയിരുന്നു കണ്ടിരുന്നത് എന്നവൻ പറയണമെങ്കിൽ, രേണുസുതി മറുപടി പറഞ്ഞേ പറ്റൂ. ഉണ്ടാക്കിയതല്ല അങ്ങ് പോകും. 100-ൽ 10 പേര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പം 1-2 പേരെ കൂടെ കാണത്തുള്ളൂ. ബാക്കി കേൾക്കാം ചേച്ചിയുടെ കരച്ചിൽ. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും എന്ന് ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. രേണുസുതി ഞങ്ങൾക്കും അറിയില്ല. മനസ്സിലായില്ലേ? ആ പയ്യൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? രേണു പറയുന്ന കേട്ടല്ലോ. ഞാൻ കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടേ ഇല്ല. പക്ഷെ ഉപദ്രവിച്ച ആളുകളുണ്ട്. ചേട്ടൻ തന്നെ പറഞ്ഞ് ഞാനത് കേട്ടിട്ടുണ്ട്. ആരെയാണത് കുത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഇതിന് മുമ്പ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സുധിയുടെ കൂടെ. ആ വ്യക്തിയാണോ ഉപദ്രവിച്ചത്? അല്ല, രേണു അങ്ങോട്ടേക്കാണ് ഇട്ട് കൊടുത്തത്. ഇനി അവരുടെ സൈഡിൽ നിന്ന് അവരും വരും, ഉറപ്പുള്ള കാര്യമാണ്. അവരും മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ വരും, ഉറപ്പാ. നിങ്ങൾ നോക്കിക്കോ. ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് അവരുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇനിയിപ്പോൾ അവർ വരും 2 ദിവസത്തിനുള്ളിൽ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, രേണു ആ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇനി വന്നേക്കാം. നമുക്കറിയത്തില്ല. രേണു അങ്ങോട്ടേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ അതാണ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കുത്തിട്ട് കൊടുത്തു. ഇനി അവിടുന്ന് പൊങ്ങി വരും. അത് കഴിയുമ്പോൾ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും. ഇനി വീണ്ടും ഒരു വാറായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി. അത് മിക്കവാറും നമ്മൾ അധികം വൈകാതെ കാണേണ്ടി വരും. കിച്ചു ഇപ്പൊ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാ മോനെ നീ നേരത്തെ പറയാഞ്ഞത്? ആ ഒരു ചോദ്യമുണ്ട് എല്ലാവരുടെയും മുമ്പിൽ. എല്ലാവരും ഉറ്റു നോക്കിയിരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഈ ചെറുക്കം വരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടെന്ന്. ആ ദിവസം ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. വന്നു അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ്. രേണുസുതി എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ അവന്റെ മുഖത്തുള്ളൊരു പുച്ചോൻ ചിരി നമ്മളെല്ലാവരും കണ്ടതാണ്. വീണ്ടും അത് കാണിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് തോന്നിയതല്ലേ? അവന്റെ ആ വീഡിയോ കണ്ട ഓരോരുത്തർക്കും തോന്നിയതാണ്. രേണുസുതി എന്ന പേര് ഒരു മൊമെന്റിൽ അവൻ പറയുമ്പോൾ അവന്റെ മുഖത്തുണ്ടായിരുന്ന പുച്ഛം അല്ലേ? താഴെ പറയണം നിങ്ങൾ. എനിക്ക് മാത്രമാണോ തോന്നിയത് എന്ന് ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ, നമുക്ക് ബാക്കി കേൾക്കാം. അപ്പം IFB-യിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരമ്മയാണ് ഞാൻ, മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ബാക്കി കേൾപ്പിക്കാമേ. ആവശ്യമുള്ളത് ഈ കഴിഞ്ഞ ദിവസം പോലും കൊടുത്തു എന്നാണ് രേണു ചേച്ചി പറയുന്നത്. അതിനു മുമ്പ് രേണു പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ് രേണു, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആ പയ്യനെ ആര് മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്?
ആരെന്ത് മാനിപ്പുലേറ്റ് ചെയ്താലും അവൻ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ അടുത്ത് അവൻ കണ്ടതോ അവൻ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളല്ല. മനസ്സിലായില്ലേ? ചെറുപ്പത്തിൽ അവൻ അനുഭവിച്ച കാര്യങ്ങൾ ആർക്കാണ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൻ പറഞ്ഞ വേറെ വലിയ മറ്റേ നിങ്ങളെ ഇല്ലാതാക്കുന്ന സാധനങ്ങളൊന്നും അല്ല. ഇല്ലാതാക്കുന്ന സാധനങ്ങളാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ കപട നാട്യമുണ്ടല്ലോ, അതില്ലാതാക്കുന്ന സാധനം തന്നെ. എൻ്റെ കിച്ചുമോനെ, എൻ്റെ ചുതിയെ, ആ സാധനം ഇല്ലാതാക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു സാധനം അവൻ ഇട്ടത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ വളരെ മോശമാണെന്നോ അതൊന്നും അല്ല കിച്ചു പറഞ്ഞിരിക്കുന്നത്. അവന് പേഴ്സണലായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ, അവൻ്റെ അച്ഛനെ പോലും അവൻ്റെ അടുത്തു നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ കാണിച്ച ചില പരിപാടികൾ, ആ വ്യക്തിയെ ഊറ്റിയെടുത്ത ചില കാര്യങ്ങൾ, അതൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞത്. രേണുസുതി അതൊന്നും മനസ്സിലാക്ക്. എന്നിട്ട് ഈ മാനുപ്പുലേഷൻ എന്ന് പറയുന്ന വേർഡ് എടുക്ക്. ആരാണ് ഇപ്പം ഈ മാനുപ്പുലേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഇട്ട് തന്നത്? മാനേജറാണോ? നിങ്ങളുടെ മാനേജറാണോ ഈ മാനുപ്പുലേഷൻ എന്നുള്ള വേർഡ് മറ്റേ ഉപയോഗിച്ച് അങ്ങോട്ട് കൊളുത്ത് എന്ന് പറഞ്ഞു വിട്ടത്? അല്ലാതെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഈ മാനുപ്പുലേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ അവൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് ആ ഒരു കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുക. നിങ്ങളിത് അതൊന്നും അല്ല ചെയ്യുന്നത്. ചുമ്മാ അങ്ങോട്ട് കരയുക, മാനുപ്പുലേഷനാ, പോസ്റ്റ് കണ്ടു, അവരങ്ങനെ ചെയ്യിപ്പിച്ചു, ഇവരിങ്ങനെ ചെയ്യിപ്പിച്ചു, കുറെ പേര് ഇങ്ങനെ പറയുന്നു. ബാക്കി കേൾക്കാം. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. നാട്ടുകാരെ കരഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വീഡിയോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചേച്ചി. എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ അങ്ങോട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പറയിപ്പിക്കരുത്. നിങ്ങൾ പറയുവോ പറയാതിരിക്കുവോ നമുക്കത് മാറ്റർ അല്ല. മനസ്സിലായില്ലേ? നമുക്ക് ആർക്കും, എനിക്ക് മാറ്റർ അല്ല, ഈ വീഡിയോ കാണുന്ന ജനങ്ങൾക്ക് മാറ്റർ അല്ല. വി ഡോണ്ട് കെയർ ദാറ്റ്. രേണുസുതി ഈ കൺഫ്യൂഷനും ഈ മാനുപ്പുലേഷനും പഠിപ്പിച്ചു വിട്ടത് അതേപോലെ നിന്ന് കഥയാടുന്നുണ്ട്. പിന്നെ ഈ കരച്ചിൽ പരിപാടി, നിങ്ങളുടെ സാധാരണ ഒരു സ്ത്രീ കരയുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമം തോന്നും. രേണുസുതി ആ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ കരച്ചിൽ കാണുമ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങോട്ട് സന്തോഷിക്കാമെന്ന്. സന്തോഷമൊന്നുമല്ല രേണു, പക്ഷേ ഒരു സങ്കടം വരുന്നില്ല. ഒരു സ്ത്രീ കരയുമ്പോൾ അങ്ങോട്ട് സന്തോഷിക്കാൻ അത്രയ്ക്കൊന്നും നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളോട് അത്ര ഉപദ്രവം ചെയ്ത ഒരാളായിരിക്കണം. നിങ്ങൾ നമ്മളോടൊന്നും, നമുക്കാർക്കും നിങ്ങൾ കാരണം യാതൊരു ഉപദ്രവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു സങ്കടം തോന്നുന്നില്ല. സത്യമായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ രേണുവിൻ്റെ ഈ കരച്ചിൽ കാണുമ്പോൾ സങ്കടം? ഒന്ന് പറ. നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊരു സങ്കടം തോന്നുന്നില്ല. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സങ്കടം തോന്നും. എനിക്കൊക്കെ പെട്ടെന്ന് തോന്നുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ ഇവിടെ അത് പറ്റുന്നില്ല. കാരണം നിങ്ങളൊന്നും പറയുന്നില്ല. ഒരാൾ നിങ്ങൾക്കെതിരെ, നിങ്ങൾക്ക് അത്രയും അടുത്തൊരാൾ നിങ്ങൾക്കെതിരെ വലിയൊരു പരാമർശം നടത്തിയിട്ട് എന്താണോ അയാൾ പറഞ്ഞത് അതിനെ എടുത്തു വെച്ച് സംസാരിക്കാൻ നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കരയുക, മാനുപ്പുലേറ്റ് ചെയ്ത് ഇവര് ആ ആൾക്കാർ ഇങ്ങനെ കഥ പറയുന്നു. നിങ്ങളെന്തിനാണ് ബാക്കിയുള്ള ആളുകൾ പറയുന്ന കഥ കേൾക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന്. പിന്നെ ഇപ്പം മാത്രം എന്തിനാ അങ്ങനെ പോകുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല ഈ സ്ത്രീയെ. നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? ഞാനീ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.